നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പെമ്പിള ഒരുമൈ നേതാവ് മനോജിനെ ജാമ്യത്തിൽ വിട്ടു. മനോജിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ. ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്ന് മൂന്നാറിൽ മണ്ണെടുപ്പ് വ്യാപകം. JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കെട്ടിടം നിർമ്മിക്കുവാൻ. കട്ടപ്പന KSRTC ഡിപ്പോ ഓഫീസ് മന്ദിരം അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും തകരാവുന്ന കെട്ടിടത്തിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ച്. വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളിൽ ഭൂരിഭാഗവും സെയിൽ ടാക്സ് ലൈസൻസ് ഇല്ലാതെ. പ്രതിമാസം നടക്കുന്നത് ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ്. വാർത്തകൾ വിശദമായി. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പെമ്പിള ഒരുമൈ നേതാവ് മനോജിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്നലെയാണ് മൂന്നാറിലെ വീട്ടിൽ നിന്ന് മനോജിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഉച്ചയോടെയാണ് മൂന്നാർ സ്വദേശി മനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മറ്റെവിടേക്കെങ്കിലും കടക്കാൻ സാധ്യതയുള്ളതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിലായിരുന്നു പോലീസ് നടപടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലായിരുന്നു മനോജിന് മാവോയിസ്റ്റ് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും സംസ്ഥാനത്തിന് വിവരം നൽകിയിരുന്നു. മൂന്നാറിൽ മനോജിന്റെ വസതിയിൽ മാവോയിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ 3 തവണ യോഗം ചേർന്നതായും ഇവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസിന്റെ വിവരത്തെ തുടർന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് യുവാവിനെ പോലീസ് മൂന്നാറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് പിടിയിലായ മനോജ് മൂന്നാറിൽ നടന്ന പെമ്പിള ഒരുമൈ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു. മൂന്നാറിൽ ടാറ്റ കമ്പനിയിലെ ഓഫീസിലെ ജീവനക്കാരനായിരുന്ന മനോജ് സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. സമരം കഴിഞ്ഞതോടെ കമ്പനിയിൽ നിന്ന് മനോജിനെ പിരിച്ചുവിടുകയും ചെയ്തു. തുടർന്ന് പെമ്പിള ഒരുമയുടെ പേരിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഇന്ന് മനോജിനെ ചോദ്യം ചെയ്തു. തുടർന്ന് ദേവികുളം കോടതിയിൽ ഹാജരാക്കി. ദേവികുളം കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്ന് മൂന്നാറിൽ മണ്ണെടുപ്പ് വ്യാപകം. വിദ്യാഭ്യാസ വകുപ്പിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിനായി JCB ഉപയോഗിച്ചാണ് അധികൃതർ മണ്ണെടുപ്പ് നടത്തുന്നത്. മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്തായാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണങ്ങൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് മണ്ണെടുക്കുന്നത്. വൻമലകൾ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയാണ് മണ്ണെടുക്കുന്നത്. കാലവർഷം ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മൂന്നാറിലും പരിസരത്തും മണ്ണെടുക്കുന്നതിന് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അനധികൃതമായി മണ്ണെടുക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. എന്നാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്ന് കരാർ ഏറ്റെടുത്തവർ വ്യാപകമായി മലയിടിച്ച് നിർമ്മാണം നടത്തുകയാണ്. സർക്കാരിന്റെ യാതൊരുവിധ അനുമതിയുമില്ലാതെ നിർമ്മാണം നടത്തുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്ന് 2 ദിവസം പണികൾ നിർത്തിവെച്ചെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടെ വീണ്ടും പണികൾ തുടങ്ങുകയായിരുന്നു. കട്ടപ്പന KSRTC ഡിപ്പോയിലെ ഓഫീസ് മന്ദിരം അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കെട്ടിടത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. 2006 കട്ടപ്പന KSRTC ഡിപ്പോയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. റോഷി അഗസ്റ്റിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ മുടക്കിയാണ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ 1 നില നിർമ്മിക്കാനുള്ള ഫൗണ്ടേഷനിൽ 2 നില നിർമ്മിച്ചുവെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ കെട്ടിടത്തിന്റെ ഭിത്തികൾ പൂർണ്ണമായി വിണ്ടുകീറിക്കഴിഞ്ഞു. മാസങ്ങളായിട്ട് കെട്ടിടത്തിന്റെ ഭിത്തികളെല്ലാം വിണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഈ ഒരു മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു വെച്ച് താഴെ വീഴും. അതിൽ പുറവശത്ത് കുറേ മരങ്ങളെല്ലാം കൂടെ നീക്കുന്നത് മഴക്കാലത്ത് ഇവിടെ ജീവനക്കാർക്ക് ജോലി ചെയ്യാനൊക്കെ വളരെ ഭീഷണിയായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ട എത്രയും വരുന്ന നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇവിടെ ജീവനക്കാർക്ക് ജീവന് വേദന ഭീഷണിയായിട്ട് ഇത് തുടരുകയാണ്. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം തകരാൻ കാരണമെന്നും ജീവനക്കാർ പറയുന്നു. കാലവർഷം എത്തിയതോടെ കെട്ടിടം കൂടുതൽ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. എത്രയും വേഗം കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കണമെന്നും അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളിൽ ഭൂരിഭാഗവും സെയിൽ ടാക്സ് ലൈസൻസ് ഇല്ലാതെ. 2 പഞ്ചായത്തുകളിലായി ലൈസൻസോടെ പ്രവർത്തിക്കുന്നത് 12 എണ്ണം മാത്രം. പ്രതിമാസം ഹോം സ്റ്റേ നടത്തിപ്പിലൂടെ നടക്കുന്നത് ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ മൂന്നാറിലും സമീപ പഞ്ചായത്തുകളിലുമായി 100 കണക്കിന് ഹോം സ്റ്റേകളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ്. 1000 രൂപ മുതൽ 5000 രൂപ വരെ വാടക ഈടാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും 1 രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ എത്തുന്നുമില്ല. നിരവധിയായ ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ, പള്ളിവാസൽ വില്ലേജുകളിൽ
സെയിൽ ടാക്സിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്നവയുടെ പട്ടികയിൽ ഉള്ളത് 12 എണ്ണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രതിമാസം ലക്ഷങ്ങളുടെ നികുതി തട്ടിപ്പാണ് ഹോം സ്റ്റേ നടത്തിപ്പിലൂടെ നടക്കുന്നത്. നിരവധിയായ ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുമ്പോഴും വെള്ളത്തൂവൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് ലൈസൻസ് നൽകിയിരിക്കുന്നത് 18 എണ്ണത്തിന് മാത്രമാണ്. പള്ളിവാസൽ പഞ്ചായത്തിൽ ഇവയുടെ എണ്ണം 6. ഹോം സ്റ്റേകൾക്ക് DTPCയുടെ അംഗീകാരം വേണമെന്നുള്ളതിനാൽ ഉടമസ്ഥനുള്ള വീടുകൾ പോലും കോട്ടേജുകളായി പ്രവർത്തിക്കുന്നവയും നിരവധിയാണ്. ഇതോടെ പഞ്ചായത്തിന്റെ അനുമതി ലഭിക്കാതെ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ 100 കണക്കിന് ഉണ്ടെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പിണറായി സർക്കാർ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. വാത്തിക്കുടി പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ നട്ടം തിരിയുമ്പോൾ പരിഹാരം കാണുവാൻ കേരള സർക്കാർ ശ്രമിക്കുന്നില്ല. സാധാരണക്കാരുടെ വേതനം മനസ്സിലാക്കി തൊഴിലുറപ്പ് കൂലി വാങ്ങി വിതരണം ചെയ്യുവാൻ കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ഈ സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ തദ്ദേശ മന്ത്രിയും ആവർത്തിച്ചാവർത്തി നടത്തുന്ന പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ പ്രസ്താവനകളും അല്ലാതെ ഈ കഴിഞ്ഞ 9 മാസക്കാലമായി ദുരിതം അനുഭവിക്കുന്ന ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ എന്തെങ്കിലും ഒരു സമീകൃതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞോ? യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കാവയലിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KB സെൽവം, ജെയ്സൺ K ആന്റണി, നേതാക്കളായ വിജയകുമാർ മറ്റക്കര, KJ സെബാസ്റ്റ്യൻ, ഡോളി തോമസ്, മിനി സാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ പ്രകടനവും നടത്തി. കട്ടപ്പന ടൗണിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്നും കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 2 മാസം പിന്നിട്ടു. ഇപ്പോൾ പണം നൽകി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കട്ടപ്പന ടൗണിലെ നിരവധി കുടുംബങ്ങളും സ്ഥാപനങ്ങളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കട്ടപ്പന വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിനെയാണ്. എന്നാൽ 2 മാസമായി പമ്പ് ഹൌസ് പണിമുടക്കിയിരിക്കുകയാണ്. പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയിട്ടും ഇത് നന്നാക്കുന്നതിന് ഇനിയും പരിഹാരമായില്ല. പലതവണ കുഴൽക്കിണറ്റിലെ മോട്ടോർ ഉയർത്താൻ ശ്രമം നടത്തിയിരുന്നു. ഇതിന് തന്നെ നല്ലൊരു തുക ചെലവായിട്ടുണ്ട്. എന്നിട്ടും വെള്ളമെത്തിയില്ല. ഇപ്പോൾ പണം നൽകിയാണ് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കുടിവെള്ളം വാങ്ങുന്നത്. ഈ 60,000 ലിറ്റർ വെള്ളം അടിക്കുന്നത് രാപകലില്ലാതെ വെള്ളം പമ്പ് ചെയ്യുന്നു. ഇത് സ്റ്റോർ ചെയ്യാതെ ലൈനിൽ കൂടെ മാത്രം സപ്ലൈ ചെയ്തുകൊണ്ട് 24 മണിക്കൂർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു കുഴൽക്കിണറായിരുന്നു. ഈ കുഴൽക്കിണറിന് 4-5 മാസക്കാലമായിട്ട് ഇതിൻ്റെ മോട്ടർ കേടാണെന്നും പറഞ്ഞുകൊണ്ട് അധികാരികൾ വരിക, അതൊന്ന് സന്ദർശിക്കുക, 4 പണിക്കാരെ നിർത്തുക, അതിൻ്റെ പമ്പൊന്ന് മാറ്റുക. ഇതിന് യാതൊരുവിധ പോംവഴിയും കണ്ടുപിടിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിന് ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ അധികാരികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഈ കുഴൽക്കിണറിൻ്റെ പമ്പ് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് 25,000 രൂപ മാറ്റിവെച്ചിട്ടുള്ളതായിട്ട് അറിയാൻ സാധിക്കുകയും എന്നാൽ ആ പൈസ ആ രൂപ കൈപ്പറ്റി ഈ കുടിവെള്ളം ജനങ്ങൾക്ക് നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുഴൽക്കിണറ്റിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. ഇപ്പോൾ കല്ല് വെച്ച് മൂടിയ അവസ്ഥയിലാണ് കുഴൽക്കിണർ. ഇതിനു ചുറ്റും കാട് കയറി കഴിഞ്ഞു. പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അലസത മാറ്റി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ മുതൽ മുടക്കിയ വാഴത്തോപ്പ് തടിയൻപാട് റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി ആരോപണം. ഗുണനിലവാരമില്ലാതെ നിർമ്മാണം നടത്തി കരാറുകാരൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി ഉയരുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയാണ് 1 കിലോമീറ്റർ റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണത്തിനായി അനുവദിച്ചത്. എന്നാൽ കരാറുകാരൻ ഇവിടെ തികച്ചും ഗുണനിലവാരമില്ലാത്ത രീതിയിൽ ടാറിംഗ് നടത്തിയതിനാൽ പണി കഴിഞ്ഞ് 2 ദിവസത്തിനകം ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട കരാറുകാരൻ ഗർത്തം രൂപപ്പെട്ട ഇടങ്ങളിൽ പലയിടത്തും സിമന്റ് കലക്കിയൊഴിച്ച് ഓട്ടയടച്ച് അധികൃതരുടെ കണ്ണിൽ പൊടിയിട്ട് തുക മാറിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് കരാറുകാരൻ ഇത്തരത്തിൽ കുഴികൾ അടച്ചത്. എന്നാൽ തുടർന്നും മറ്റിടങ്ങളിൽ റോഡ് പൊളിഞ്ഞു തുടങ്ങി. മുൻപ് ഇതേ കരാറുകാരൻ തടിയമ്പാട് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം കരാറെടുത്ത ശേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിരുന്നു. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലേക്ക് തണുപ്പ് ആസ്വദിക്കാൻ സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചു. സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമായ ഗ്യാപ് റോഡിൽ ദിനംപ്രതി എത്തുന്നത് 100 കണക്കിന് വിനോദസഞ്ചാരികളാണ്. മൂന്നാറിൽ എത്തിയതിനു ശേഷം കുമിളി, തേക്കടി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ഗ്യാപ് റോഡ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിനും പൂപ്പാറയ്ക്കും ഇടയിലാണ് ഗ്യാപ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. 1000 കണക്കിനടി ഉയരത്തിൽ മലമുകളിലൂടെ കടന്നുപോകുന്ന റോഡിൽ നിന്ന് കാണുവാൻ കഴിയുന്ന
മഞ്ഞുമൂടിയ മലനിരകളുടെയും ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെയും വിദൂര കാഴ്ചയാണ് ഇവിടേക്ക് സഞ്ചാരികളെ കൂടുതലായും ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെയെത്തി സമയം ചിലവഴിക്കുന്നത്. മൂന്നാർ വിട്ടതിനു ശേഷം സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഇടത്താവളമാണിതെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സഞ്ചാരികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഗ്യാപ് റോഡ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വേനൽക്കാലത്ത് പോലും കോടമഞ്ഞാൽ മൂടപ്പെട്ട ഈ പ്രദേശത്തൂടെയുള്ള യാത്ര വളരെ നയനമനോഹരമാണ്. ഇവിടെ അനവധി ടൂറിസ്റ്റുകളാണ് ദിവസേന വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സംവിധാനങ്ങളോ അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടില്ല. മാത്രവുമല്ല, വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വലിയ തിരക്കേറിയ സമയങ്ങളിൽ ഇവിടെയെത്തുന്ന സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് ജീവനക്കാരെ നിയമിക്കണമെന്നും സഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പൊതുപ്രവർത്തകർ അടക്കം പലതവണ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഇനിയും സ്വീകരിച്ചിട്ടില്ല. വിനോദസഞ്ചാര മേഖലയിൽ വലിയ പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്ന ഗ്യാപ് റോഡ് ഇന്നും കടുത്ത അവഗണനയിൽ തന്നെ തുടരുകയാണ്. കാലവർഷം ശക്തമാകുന്നതോടെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഒറ്റപ്പെടാൻ സാധ്യത. കുടിയിലേക്കുള്ള വഴി തകർന്നു കിടക്കുന്നതുമൂലം അവശ്യ വസ്തുക്കൾ എത്തിക്കാനാവാത്തത് ഇടമലക്കുടി നിവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള വഴി തകർന്നതുമൂലമാണ് ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള വസ്തുക്കൾ വരെ എത്തിക്കാനാവാതെ ദുരിതത്തിലായിരിക്കുന്നത്. 10 ദിവസത്തേക്കുള്ള അരി മാത്രമാണ് ഇടമലക്കുടിയിൽ ശേഷിക്കുന്നത്. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വഴി കൂടുതൽ തകർന്നാൽ ഇടമലക്കുടി പൂർണ്ണമായും ഒറ്റപ്പെടുവാൻ സാധ്യതയേറെയാണ്. കാലവർഷം എത്തിയതോടെ ഇടമലക്കുടിയിൽ വഴികളെല്ലാം തകർന്ന് യാത്ര ബുദ്ധിമുട്ടിലാണ്. അവിടുന്ന് റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുചെല്ലാനും റേഷൻ കടകളിൽ അരി സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓരോ വീടുകളിലും പട്ടിണിയുടെ വക്കീലാണ് എത്തി നിൽക്കുന്നത്. അധ്യാപകർക്ക് കുടികളിലെത്തുവാൻ മാർഗമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കും. വഴി കൂടുതൽ തകർന്നാൽ യാതൊരു മാർഗവുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ വലിയ ദുരന്തത്തിലാവാൻ സാധ്യത ഏറെയാണ്. സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാർ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കണം. പഴയ മൂന്നാറിൽ നിർമ്മാണം പൂർത്തിയായ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണം. പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായി 3 വർഷം മുൻപാണ് പഞ്ചായത്ത് പഴയ മൂന്നാറിൽ സ്റ്റാൻഡ് നിർമ്മിച്ചത്. മാസങ്ങൾ കഴിഞ്ഞതോടെ സ്റ്റാൻഡ് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകി. മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 2 തവണ നടന്ന ട്രാഫിക് അഡ്വഞ്ചറൽ കമ്മിറ്റി പഴയ മൂന്നാറിലെ സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ്സുകൾക്കായി തുറന്നുകൊടുക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഭരണസമിതി തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം പാർക്കിന്റെ കരാർ അവസാനിച്ചെങ്കിലും ഇപ്പോഴും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് നീട്ടിക്കൊണ്ടുപോകുകയാണ്. 9-ാം തീയതി അവസാനിച്ച കരാർ വീണ്ടും പുതുക്കി കൊടുക്കുവാൻ അണിയറ പ്രവർത്തനങ്ങളും സജീവമാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ നിറം ഏകീകരിക്കുന്നു. ഗതാഗത വകുപ്പും സ്വകാര്യ ബസ് ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും നിറം ഏകീകരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പും ബസ് ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. അതേസമയം ബസ്സുകൾക്ക് ഏത് നിറം നൽകണമെന്ന വിഷയത്തിൽ 15 ദിവസത്തിനകം തങ്ങളുടെ അഭിപ്രായം അറിയിക്കാമെന്ന് ബസ് ഉടമകളുടെ സംഘടനയെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി, റൂറൽ, ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്ക് വെവ്വേറെ നിറമായിരിക്കും അനുവദിക്കുക. മോട്ടോർ വാഹന നിയമത്തിലെ 264 വകുപ്പിന്റെ ചുവടുപിടിച്ചാകും പരിഷ്കാരം നടപ്പിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ വൈവിധ്യമാർന്ന നിറങ്ങളിലാണ് റോഡിലിറങ്ങുന്നത്. എന്നാൽ ചില സ്വകാര്യ ബസ്സുകളിലെ അലങ്കാരപ്പണികൾ മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധ തിരിക്കാനും അപകടങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഏകീകൃത നിറം കൊണ്ടുവരാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. കൂടാതെ റെന്റ് കാർ, ബൈക്ക് സേവനത്തിന് ഔദ്യോഗിക അനുമതി നൽകുവാനും ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിന് തീരുമാനമായി. ആവശ്യക്കാർക്ക് കാർ നൽകുന്ന സേവനം നിലവിലുണ്ടെങ്കിലും ഇതിന് ഔദ്യോഗിക പരിവേഷം ഇല്ലായിരുന്നു. അയ്യപ്പൻ കോവിലിൽ അയ്യപ്പ ഭക്തർക്കായി നിർമ്മിക്കുന്ന ശുചിമുറിയുടെ പ്ലംബിംഗ് ജോലികൾ അശാസ്ത്രീയമെന്ന് പരാതി. ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് ശുചിമുറികൾ നിർമ്മിക്കുന്നത്. മാട്ടുക്കട്ട മാർക്കറ്റിൽ അയ്യപ്പ ഭക്തർക്കായി നിർമ്മിക്കുന്ന ഇടത്താവളത്തിന്റെ ഭാഗമായാണ് ശുചിമുറി നിർമ്മിക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇടത്താവളവും ശുചിമുറിയും നിർമ്മിക്കുന്നത്. ശുചിമുറിയുടെ പ്ലംബിംഗിനെ ചൊല്ലിയാണ് ഇപ്പോൾ ആരോപണമുയരുന്നത്. താഴ്ന്ന സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുകയും ശുചിമുറിയിലെ പ്രധാന പൈപ്പ് ഇതിൽ ഘടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ച ടാങ്കിലേക്കാണ് എർത്ത് പൈപ്പ് ഘടിപ്പിച്ചത്. അതിനാൽ പ്രധാന ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ വെള്ളം മുകളിലേക്ക് ഒഴുകി വേണം രണ്ടാമത്തെ ടാങ്കിലെത്താൻ. ഇത് അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വാർഡ് മെമ്പറെ വിളിച്ച് കാണിക്കുകയും പ്ലംബ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളിതിൽ തടയുകയും കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് എയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പ്ലംബ് ചെയ്തത് മൂടാവുള്ളൂ എന്നും പറഞ്ഞതാണ്.
ഇത് സെക്രട്ടറിയെ വിളിച്ചും എയെ വിളിച്ചും എല്ലാം പഞ്ചായത്ത് മെമ്പർ അറിയിക്കുകയും എന്നാൽ ഇതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ഇത് പെട്ടെന്ന് പ്ലംബ് ചെയ്ത് മൂടി ഉപയോഗശൂന്യമായ രീതിയിലാണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. എത്രയും വേഗം ഇതിൻ്റെ ബില്ല് മാറുന്നതിന് മുമ്പ് തന്നെ അധികാരികൾ ഇത് ബന്ധപ്പെട്ട ആളുകളുമായി കണ്ട് ഇത് ഒരു തീരുമാനം എത്തിക്കണമെന്നാണ്. പ്ലംബിംഗ് സമയത്തു തന്നെ നാട്ടുകാർ പണി എതിർത്തിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് മാത്യു സ്ഥലത്തെത്തുകയും സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. സെക്രട്ടറി എഇ കണ്ടിട്ട് മാത്രമേ ഇവിടെ മണ്ണിട്ട് മൂടാവൂ എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ കരാറുകാരൻ ഏർപ്പെടുത്തിയ പ്ലംബിംഗുകാരൻ പണി പൂർത്തിയാക്കി മണ്ണിട്ട് മൂടിയ ശേഷം പോയി. ഇതേ തുടർന്ന് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അംഗവും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. തകർന്ന് യാത്ര ദുഷ്കരമായി കിടന്ന പ്രകാശ് തങ്കമണി റോഡ് ഒരുപറ്റം ചെറുപ്പക്കാർ ഒത്തൊരുമിച്ച് ഗതാഗത യോഗ്യമാക്കി. പ്രകാശ് നീലിവയലിലെ ഒരുപറ്റം ചെറുപ്പക്കാരാണ് റോഡ് യാത്രായോഗ്യമാക്കിയത്. പ്രകാശ് തങ്കമണി റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിട്ട് വർഷങ്ങളായെങ്കിലും നവീകരിക്കുവാനുള്ള യാതൊരു നടപടികളും പൂർത്തിയായില്ല. റോഡിൽ രൂപപ്പെട്ട വൻകുഴികളിൽ വെള്ളം നിറഞ്ഞ് കാൽനട യാത്ര പോലും ഇപ്പോൾ ദുർഘടമായ അവസ്ഥയിലാണ്. നീലിവയൽ BSS ലൈബ്രറി അംഗങ്ങളായ ഒരുപറ്റം യുവാക്കൾ സ്വന്തം ചെലവിൽ പണം മുടക്കി റോഡിലെ വെള്ളക്കെട്ടിൽ മക്ക് നിറച്ച് ഗതാഗതം സുഗമമാക്കി. അതിപ്പോ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ മൊത്തം വെള്ളം നിറഞ്ഞ് മൊത്തം ചെളിയാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നീലിവയലിലെ BSS ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കുറച്ച് പിരിവ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പേരിനൊരു റോഡുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കഴിവില്ലാത്ത ഭരണാധികാരികളുടെ നാട്ടിൽ യുവജനങ്ങളുടെ പ്രവൃത്തി തികച്ചും മാതൃകാപരമായി. അന്യമാകുന്ന നെൽകൃഷി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി ഒരു കർഷകൻ. ഇടുക്കി നാരകക്കാനം സ്വദേശി ബേബിയാണ് തന്റെ ഒരേക്കർ സ്ഥലത്ത് നെല്ല് വിതച്ചത്. ഇടുക്കി നാരകക്കാനം സ്വദേശി കൂട്ടുംകുടിയിൽ ബേബിയാണ് 15 വർഷക്കാലം പുല്ലുപിടിച്ചു കിടന്ന ഒരേക്കർ നെൽപ്പാടം കൃഷിയോഗ്യമാക്കിയത്. മരിയാപുരം കൃഷിഭവന്റെ സഹായത്തോടെയാണ് നെൽകൃഷി പുനരുദ്ധാരണം നടത്തുന്നത്. ബേബിയുടെ നെൽകൃഷിക്ക് സഹായഹസ്തവുമായി വിത്ത്, വളം, കൃഷിച്ചെലവ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭ്യമാക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഷാനിമോൾ പറഞ്ഞു. ആദ്യകാല കുടിയേറ്റ കർഷകന്റെ മകനാണ് ബേബി. നിലം ചാലിക്കൽ, വരമ്പ് പിടിപ്പിക്കൽ, വിത എന്നിവയെല്ലാം തന്നെ ബേബി തനിയാണ് ചെയ്യുന്നത്. നെൽവിതയ്ക്ക് ആശംസയുമായി ഇടവക വികാരി ഫാദർ കുര്യൻ പൊടിപാറ, കൃഷി അസിസ്റ്റന്റ് ഷാനിമോൾ, വാർഡ് മെമ്പർമാരായ ജോസഫ് പന്നക്കൽ, എൽസമ ജോയി, നാട്ടുകാരും കൊച്ചുകുട്ടികളും എത്തിയിരുന്നു. ഇ ഹെൽത്ത് പദ്ധതിക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ ആരോഗ്യവകുപ്പിൽ സമഗ്ര മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പന ബ്ലോക്കിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേഗത്തിൽ കൂടുതൽ സേവനം ലഭിക്കുന്നതിന് ഇടയാക്കുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി പറഞ്ഞു. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്കിൽ 4 ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. ചടങ്ങിൽ വെച്ച് സർക്കാർ സൗജന്യമായി ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്ന ടാബിന്റെ വിതരണോദ്ഘാടനവും സാലി ജോളി നിർവഹിച്ചു. യോഗത്തിൽ ഉപ്പുതറ CHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KE സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ മാടസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ഇ ഹെൽത്ത് പരിശീലകൻ ഡോക്ടർ അഭിലാഷ് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. ഉപ്പുതറ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ എന്നീ പഞ്ചായത്തുകളിലെ ആരോഗ്യ പ്രവർത്തകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PV ബിജുവിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന എന്ന ഗ്രാമത്തെ നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിച്ച മുനിസിപ്പൽ സെക്രട്ടറി PV ബിജു തന്റെ 6 വർഷ സേവനശേഷമാണ് നഗരസഭയുടെ പടിയിറങ്ങിയത്. 2011 ഡിസംബർ 11 കട്ടപ്പന പഞ്ചായത്തായിരുന്ന സമയത്താണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന ബിജു ഇവിടെ ചാർജ് എടുത്തത്. 4 വർഷം ഭരണസമിതിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കട്ടപ്പന പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിയത്. നിരവധി പദ്ധതികളാണ് ഈ കാലഘട്ടത്തിൽ പഞ്ചായത്ത് പൂർത്തിയാക്കിയത്. ആധുനിക രീതിയിലുള്ള സ്ലോട്ടർ ഹൌസിന്റെ നിർമ്മാണവും ശാന്തിതീരം പൊതു ശ്മശാനത്തിന്റെ ഗ്യാസ് ക്രിമിറ്റോറിയവും കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ സംവിധാനവും ഉൾപ്പെടെ നിരവധി സംരംഭങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഈ കാലഘട്ടം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭ ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായതും ബിജുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. കട്ടപ്പന നഗരസഭയിൽ നിന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലേക്കാണ് ബിജു സ്ഥലം മാറിപ്പോയത്. കട്ടപ്പന നഗരസഭയിലെ 9 ജീവനക്കാരാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറിയിരിക്കുന്നത്. ഇവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനമാണ് കട്ടപ്പന ടൗൺ ഹാളിൽ നടന്നത്. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് കട്ടപ്പനയെ സംബന്ധിച്ച് കട്ടപ്പനയുടെ വളർച്ചയിൽ ഈ ചെറിയ കാലഘട്ടം വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ സെക്രട്ടറിയുടെയും ടീം അംഗങ്ങളുടെയും ഒക്കെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും ചേർന്നുള്ള ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന് പരമായി നമുക്കുണ്ടായ നേട്ടം.
നമ്മുടെ സീനിയർ കൗൺസിൽ നമ്മുടെ LSTD വൈസ് ചെയർപേഴ്സൺ ബിന്ദു സഭാഷൻ അധ്യക്ഷയായിരുന്നു. മുൻ MLA EM ആഗസ്തി, BJP സംസ്ഥാന സമിതി അംഗം ശ്രീനഗർ രാജൻ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജോയ് പൊരുന്നോലി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR സജി, ടോമി ജോർജ്, തോമസ് മൈക്കിൾ, ലീലാമ ഗോപിനാഥ്, CK മോഹനൻ, ഡോക്ടർ മെജോ മകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുരിക്കാശ്ശേരി റോട്ടറി ക്ലബിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഞായറാഴ്ച നടക്കും. റോട്ടറി ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് മുരിക്കാശ്ശേരി ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റോട്ടറി ക്ലബിന്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കുന്നത്. കട്ടപ്പന മദർ ക്ലബ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പ്രകാശ് ചന്ദ്രൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ക്ലബിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച എമി ജോണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് പുരസ്കാരം നൽകും. ഇന്ത്യ ഗവൺമെന്റിന്റെ ISO അവാർഡ് നേടിയ വ്യവസായി സിബിച്ചൻ തോമസിനെ യോഗത്തിൽ പ്രത്യേകം ആദരിക്കും. അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന പരിപാടികളുടെ പ്രഖ്യാപനം ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, സെക്രട്ടറി റിജി കപ്ലങ്ങാട്ട് എന്നിവർ ചേർന്ന് നിർവഹിക്കും. റോട്ടറി ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജൂൺ 18-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ മാസവും 100 കിലോ അരി വീതം അനാഥാലയങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന അഗതികൾക്കൊരു കൈത്താങ്ങ് പദ്ധതിയും വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 കുട്ടികളെ ക്ലബ്ബ് ദത്തെടുത്ത് അവരുടെ മുഴുവൻ പഠന ചെലവുകളും നിർവഹിക്കും. 2 UP സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 കുട്ടികൾക്ക് കുടകളും നോട്ട്ബുക്കുകളും വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, സെക്രട്ടറി റിജി കപ്ലങ്ങാട്ട്, ജോണി മാത്യു, ബെന്നി മാത്യു എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ LDC മത്സര പരീക്ഷയും ക്ലാസും സംഘടിപ്പിക്കും. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് മത്സര പരീക്ഷ ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് 1 മണി മുതൽ 4 മണി വരെയാണ് LDC മത്സര പരീക്ഷയും ക്ലാസും നടത്തുന്നത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് KS അധ്യക്ഷത വഹിക്കും. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും. 2017 ജൂൺ മാസം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണി മുതൽ 4 മണി വരെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് LDC മത്സര പരീക്ഷയും പ്രഗത്ഭർ നയിക്കുന്ന ക്ലാസും സംഘടിപ്പിക്കുകയാണ്. ഈ എക്സാമിൽ പങ്കെടുക്കുന്നത് മൂലം ജൂലൈ മാസത്തിൽ നടക്കുന്ന LDCർക്ക് എക്സാമിൻ്റെ ഒരു മുന്നൊരുക്കമായും സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവതലമുറയ്ക്ക് ഒരു അവസരവുമായി ഈ LDCർക്ക് പരീക്ഷ പ്രയോജനപ്പെടുത്താവുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, സേവാദൾ ജില്ലാ ചെയർമാൻ ജോണി ചീരാങ്കുന്നേൽ, DCC സെക്രട്ടറി TS ബേബി, ജോയി ആനിത്തോട്ടം, ഷമേജ് K ജോർജ്, PK രാമകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, നഗരസഭാ കൌൺസിലർമാരായ CB പാർപ്പായി, ലൌലി ഷാജി, തങ്കമണി രവി, മനോജ് മുരളി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട്, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിക്കും. KSU ജില്ലാ സെക്രട്ടറിമാരായ ജോജി ജോസഫ്, ജിതിൻ ഉപ്പുമാക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അലൻ പാർത്താഴെ, ജിജോ ജോസഫ്, മഹേഷ്, AS രതീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് KS, ജോജി ജോസഫ്, ജിതിൻ ഉപ്പുമാക്കൽ, അലൻ പാർത്താഴെ, ജിസ് ജോസഫ്, സെബിൻ എബ്രഹാം, AS രതീഷ്, അജു സെബാസ്റ്റ്യൻ, മാർട്ടിൻ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിലെ SSLC വിജയികളെ അനുമോദിച്ചു. അനുമോദന യോഗം സംസ്ഥാന നാടക അവാർഡ് ജേതാവ് KC ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഠിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കടമയാണ്. പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെയും അവർക്ക് പ്രോത്സാഹനം നൽകി ഒപ്പം നിൽക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കടമയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ കടമകൾ വ്യക്തമായി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ നിലവാരം ഉയരുകയാണ്. നന്നായി പഠിച്ച് നല്ല വിദ്യാർത്ഥിയാകുന്നതോടൊപ്പം തന്നെ നല്ല ഒരു മനുഷ്യനാക്കി എടുക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം അതിലുപരിയായി വീടുകൾക്കും അതിന് മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിലെ PTA മീറ്റിംഗ് ആണ് നടന്നത്. യോഗത്തിൽ CBSE SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അനുമോദന യോഗത്തിൽ സ്കൂൾ മാനേജർ ജേക്കബ് എബ്രഹാം അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ജോജോ എബ്രഹാം, PTA പ്രസിഡന്റ്
VK സോമൻ, MPTA പ്രസിഡന്റ് ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി ദീപ്തി കോളേജ് പ്രിൻസിപ്പൽ സൽജു ജോസഫ് ക്ലാസ് നയിച്ചു. ഇനി നമസ്കാര സമയം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's Jewelry ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കണ്ണിനും മനസ്സിനും കാഴ്ചയുടെ വിരുന്നൊരുക്കി കൊച്ചു കരിന്തുരുവി വെള്ളച്ചാട്ടം. മഴ പെയ്തതോടെയാണ് ചപ്പാത്ത് കൊച്ചു കരിന്തുരുവി വെള്ളച്ചാട്ടം സജീവമായത്. ഇത് കൊച്ചു കരിന്തുരുവിയിലെ വെള്ളച്ചാട്ടം. ഏത് കഠിന ഹൃദയന്റെയും മനസ്സു കീഴടക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. പാറകളിൽ തട്ടി കളകളാരവം മുഴക്കി 50 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ആരുടെയും മനം കവരും. വനത്തിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധമായ വെള്ളം അരുവിയിലൂടെ ഒഴുകി കൊച്ചുകരിന്തുരുവിയിൽ ഒരുമിക്കും. ഇവിടെ നിന്ന് ആറായി ഒഴുകിയാണ് വെള്ളച്ചാട്ടമായി മാറി വിസ്മയിപ്പിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇത് കാണാൻ പലരും ഇവിടെ വന്ന് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റോഡ് വളരെ മോശമാണ്. പറഞ്ഞാൽ ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴി ചാടി ആ വണ്ടി പിന്നെ അവിടുന്ന് കയറുകയില്ല. ആ ഒരു രീതിയിലുള്ള ഒരു റോഡാണിത്. ഈ വെള്ളച്ചാട്ടം നല്ല രസകരമായ ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം പലരും ഇവിടെ കാണാൻ വരുന്നുണ്ട്. പലരും വന്ന് നല്ല രസമായിട്ട് അവർ ജോലി ചെയ്ത് അവർ പോകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയാൽ അപകടമില്ലാത്തതിനാൽ ഇവിടെ ഇറങ്ങി ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ മുമ്പ് വാഗമണ്ണിലേക്ക് വരുന്ന സഞ്ചാരികൾ ഇവിടെയും എത്തുമായിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പലരെയും ഇവിടേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. വാഗമൺ തേക്കടി വിനോദസഞ്ചാര നെറ്റ്വർക്കിൽ കരിന്തുരുവി വെള്ളച്ചാട്ടവും ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ പ്രദേശവും വൈകാതെ വികസന പാതയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 78. വിൽപ്പനയ്ക്ക് വന്നത് 10,630. വിൽപ്പന നടന്നത് 9,439. കൂടിയ വില 1,163. ശരാശരി വില 926. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ. ഏലം കൂടിയത് 920, ശരാശരി 840. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 108 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,705 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Puma, Woodland, Nike, Lee Cooper, Adidas, Fila, Bravo, Dokenmark,
സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പെമ്പിള ഒരുമൈ നേതാവ് മനോജിനെ ജാമ്യത്തിൽ വിട്ടു. മനോജിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ. ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്ന് മൂന്നാറിൽ മണ്ണെടുപ്പ് വ്യാപകം. JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കെട്ടിടം നിർമ്മിക്കുവാൻ. കട്ടപ്പന KSRTC ഡിപ്പോ ഓഫീസ് മന്ദിരം അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും തകരാവുന്ന കെട്ടിടത്തിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ച്. വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളിൽ ഭൂരിഭാഗവും സെയിൽ ടാക്സ് ലൈസൻസ് ഇല്ലാതെ. പ്രതിമാസം നടക്കുന്നത് ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.